രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, മനുഷ്യർക്ക് പല വിധത്തിലുള്ള വിചാരങ്ങളുണ്ടല്ലേ. ഭഗവാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് പല വിധത്തിലുള്ള വിചാരങ്ങളോടും കൂടിയും ബുദ്ധിയോടു കൂടിയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്നുള്ള പേര് തന്നെയുള്ളത്. അല്ലെങ്കിൽ മൃഗങ്ങളായിപ്പോൾ അല്ലേ, ആ ബുദ്ധിശക്തിയുമൊക്കെ. അപ്പം എന്തൊക്കെയുണ്ട്? പരിഹാസം, സന്തോഷം, ദുഃഖം, ദേഷ്യം, ബീഭത്സം, അഹങ്കാരം, അങ്ങനെ പല വിധത്തിലുള്ള വിചാരങ്ങളോട് കൂടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ തന്നെ എപ്പോഴും എല്ലാവർക്കും പരിചയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളിലും ഭഗവാൻ അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഭഗവാന്റെ അംശം, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണർന്നും ഉറങ്ങിയും കിടക്കുന്നത് അല്ലേ. അപ്പം ചിലരുടെ ഉള്ളിൽ ഭഗവാന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഭഗവാൻ നല്ലപോലെ ഉണർന്നിരിക്കുകയും അപ്പം ഒരു ഭഗവത് ചൈതന്യം തന്നെ അവരുടെ ഓറയിൽ, അവരുടെ മുഖങ്ങളിൽ, അവരിൽ തന്നെ പ്രകാശിക്കും അല്ലേ. ചിലരിൽ ആസുരികത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അസുരന്മാരുടെ ആ ഒരു ഭാവവും ഒക്കെ ആയിട്ടായിരിക്കും അവരുണ്ടാവുക. എന്നിരുന്നാലും എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരനാണുള്ളത്. അതിനെ ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെ ജന്മ ഉദ്ദേശവും. എന്നിട്ട് ആ ഭഗവാനിലേക്ക് ലയിക്കുക എന്നുള്ളതും. അപ്പം ഭഗവാന് ഒരിക്കലും ഇഷ്ടമില്ലാത്തൊരു വികാരം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. നല്ല വിധത്തിലുള്ള വികാരങ്ങളുണ്ട്. കാമം, ക്രോധം, അസൂയ, ധുമ്പ്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ വികാരം തന്നെയാണ് അല്ലേ. നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ വളരെ ദേഷ്യം കൊണ്ട് പലതും ചെയ്യാൻ പറ്റും. ഒരാളെ അസൂയപ്പെട്ടുകൊണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സ് ഒരു എന്താ പറയുക, അത്രയും മോശമായ അവസ്ഥയിൽ ചെളി പുരണ്ട് കിടക്കുന്ന പോലത്തെ ഒരു മലീമസമായിട്ടുള്ള ഒരു കുപ്പത്തൊട്ടി പോലെ നമ്മുടെ മനസ്സായിത്തീരുന്ന ഒരവസ്ഥ തന്നെയാണ്. പക്ഷേ ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കാത്തതും പൊറുക്കാത്തതുമായ ഒരു വികാരം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന്റെ ജന്മം, ശ്രീകൃഷ്ണ അവതാരം ഉണ്ടായ സമയത്ത് ആ അവതാരത്തിൻ്റെ അവസാനം ഭഗവാന്റെ മക്കളും കൊച്ചുമക്കളും ആണെന്നുള്ള ഭാവത്തിൽ, അഹങ്കാരത്തിൽ ആ ഒരു കടൽ തീരത്ത് വെച്ച് ഏഴംപുല്ലുകൾ കൊണ്ട് തന്നെ പരസ്പരം അവരെ വെട്ടിമരിക്കുകയും, എന്തിന്? ഇത്രയും അഹങ്കാരികളായ തൻ്റെ യദുകുല വംശമൊന്നാകെ ഭഗവാൻ ആ ദ്വാരക മുഴുവൻ പ്രളയജലത്തിൽ മുക്കിക്കളയുകയാണ് ചെയ്തത്. സ്വന്തം മക്കളോട് പോലും, കൊച്ചുമക്കളോട് പോലും ഭഗവാൻ പൊറുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അഹങ്കാരം ഭഗവാൻ ഒരു തരത്തിലും പൊറുക്കുന്ന ഒരു വികാരമല്ല, ഒരു വിചാരമല്ല എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബാഹ്യരൂപത്തിന് പറ്റി നമ്മൾ ഒരു തരത്തിലും അഹങ്കരിക്കാൻ പാടില്ല. ഇതൊന്നും തന്നെ നമ്മളല്ല. നമ്മുടെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെന്തോ സംഭവമായതുകൊണ്ടോ ഉള്ളതല്ല. നമുക്ക് ഭഗവാൻ തുന്നിത്തന്ന ഒരു വസ്ത്രം മാത്രമാണ് ഈ ശരീരം എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പിന്നെ നമുക്ക് കിട്ടിയ ഈ ഭൗതികമായ പല സാഹചര്യങ്ങളും, ധനം, സമ്പത്ത്, വീട്, മറ്റ് പല വിധത്തിലും ഭൗതികമായിട്ട് നമ്മൾ സുഖലോലുപന്മാരായി ഇന്ന് അനുഭവിക്കുന്ന പലതും അത് ഭഗവാന്റെ കൃപാ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയതാണ്. അല്ലാതെ നമ്മളായി ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല. ചിലർ പറയും, എൻ്റെ അത്യധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണെന്ന്. വെറുതെയാണ്. കാരണം ഒരാൾ എത്ര തന്നെ അധ്വാനിച്ചാലും ഭഗവാന്റെ കടാക്ഷം ഇല്ലെങ്കിൽ അത് നമുക്ക് നേടാൻ സാധിക്കില്ല. ചില ആൾക്കാർ എത്രത്തോളം മരണം വരെ അത്യധ്വാനം ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവർക്കത് കിട്ടുന്നുണ്ടോ? അവർക്ക് സുഖലോലുപരായി ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ? അടിമകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു 20-ാം നൂറ്റാണ്ടിന് മുമ്പൊക്കെ. ആഫ്രിക്കയിലോ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. മനുഷ്യക്കടത്തൊക്കെ. അവരൊക്കെ ശരിക്കും ഉറങ്ങുകയും ഭക്ഷണം കഴിക്കാനില്ലാതെ അവരത്രയും അത്യധ്വാനികളായിരുന്നു. എന്നിട്ട് അവർക്ക് സുഖലോലുപരായി ജീവിക്കാൻ പറ്റിയോ? എന്നാൽ ഒരു അധ്വാനവും ഇല്ലാതെ ജന്മം മുതൽ മരണം വരെ സപ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ആൾക്കാർ എല്ലാ സുഖലോലുപതയോടും കൂടി ജീവിക്കുന്നില്ലേ?
അപ്പം അത് ഭഗവാന്റെ ആ കൃപാകടാക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് അങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഉണ്ടാവാനും ഇല്ലാതാവാനും നമ്മൾ കണ്ണിമ വെട്ടുന്ന ഒരു സമയം മാത്രമേ വേണ്ടൂ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായാൽ മതി. ഒന്ന് ശരിക്കും ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും വേണ്ട, നമ്മുടെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് പോലും ഒന്ന് തിളച്ചൊരു വെള്ളം വീഴുന്ന ഒരു സമയത്തേക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് കണ്ണ് ചിമ്മുന്ന മാത്രയിൽ അതില്ലാതാവും. എന്തെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ ആ ധനവും അല്ലെങ്കിൽ അതില്ലാതാവാനും ഒരു നിമിഷം മാത്രം മതി എന്നുള്ള ഓർമ്മ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ അടുത്തേക്ക് കുറച്ച് സമയം ഇരിക്കുകയും ഒന്നും വേണ്ട, ഒരു ഹോസ്പിറ്റൽ ഓങ്കോളജി ഉള്ള ഒരു ക്യാൻസറിൻ്റെ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആരുടെയെങ്കിലും കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വെറുതെ ഒന്ന് സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങളിലുള്ള അഹങ്കാരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആ ഒരു ഇതും നമുക്ക് അഴിഞ്ഞു വീഴും. നമുക്ക് നമ്മളൊന്നുമല്ല എന്ന് അവിടെ കയറി ഇറങ്ങിയെന്ന മാത്രമേ നമുക്ക് തോന്നും. അവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ കണ്ണുകളിൽ ഉണ്ടാവുന്ന ദയനീയത, ഒരു വല്ലാത്ത നോട്ടം, നമുക്ക് അനുഭവപ്പെടുന്ന പലതരത്തിലുള്ള സങ്കടവും, ഈ മനുഷ്യൻ എന്ന് പറയുന്നതിന് ഇത്രയേ വിലയുള്ളൂ, ഇത്ര മാത്രമേ ഒരു മനുഷ്യജന്മം ഉള്ളൂ എന്നുള്ളത് നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ഇത്രയും ഈ അഹങ്കാരത്തിൻ്റെ കുപ്പായവും പടച്ചട്ടയും ഇട്ട് നമ്മൾ നടക്കുന്നതൊക്കെ ഒരു നിമിഷം മാത്രം കൊണ്ട് നമുക്കില്ലാതാവും. അത് മാത്രമല്ല, ഭഗവാൻ എപ്പോഴും ഞാൻ പറയുക, ഭഗവാന്റെ അടുത്ത് നിന്ന് ഒരു അടി കിട്ടിയാൽ നന്നാവും എന്നുള്ള പോലെ എന്തെങ്കിലും ഒരു കാര്യം ഒരടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കും, ഭഗവാനെ എൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് പാളിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും എന്നെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഒരു ചെറിയൊരു എനിക്കൊരടി കിട്ടിയെന്ന്. അതുപോലെ ഭഗവാന്റെ അടുത്തുനിന്ന് നമുക്ക് ഒരടി കിട്ടുന്ന മാത്രയിലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എന്തോ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ. അപ്പം നമ്മളെപ്പോഴും അഹങ്കാരം ഒന്നുമില്ലാതെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എല്ലാ സർവ്വചരാചരങ്ങളും തുല്യരാണ്. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരനുണ്ട്. ആരും ചെറുത് വലുത് ഒന്നുമില്ല. ശരിക്കും നമുക്ക് തന്നെ പാഠങ്ങൾ പറഞ്ഞു തരുന്നത് ചിലപ്പോൾ ഒരു ഉറുമ്പായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പക്ഷിയായിക്കോട്ടെ, ഒരു ചെറിയ കുഞ്ഞായിക്കോട്ടെ, ആരാണെങ്കിലും നമുക്ക് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുവെങ്കിൽ അത് ആ ഉറുമ്പ് പോലും നമുക്ക് ഗുരുനാഥനാണ്. ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ ചിലന്തി ഒക്കെയുണ്ട്, ചെറിയ ചെറിയ ജീവികൾ മുതൽ ഗുരുക്കന്മാരായി കണക്കാക്കുന്നുണ്ട്. അപ്പം നമുക്ക് പാഠങ്ങൾ പറഞ്ഞു തരുന്നത് അത് എത്ര ചെറിയ ആയിക്കോട്ടെ എത്ര വലിയവനായിക്കോട്ടെ ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. കാരണം നമ്മൾ എല്ലാത്തിനെയും ഭഗവാനായി കണ്ട് ആരാധിക്കുന്ന, അതായത് എല്ലാത്തിനോടും ബഹുമാനിക്കുകയും എല്ലാത്തിനോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറണം എന്ന് നമുക്ക് നമ്മുടെ ഹിന്ദു സംസ്കാരം പറഞ്ഞു തരുന്നുണ്ട്. വളരെ ബൃഹത്തായൊരു അത്രയും നല്ലൊരു സംസ്കാരം, അത്രയും ശുദ്ധമായ സ്നേഹം മാത്രം. എന്താ ഞാൻ പറയേണ്ടത്, അതിൽ നന്മകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ സത്യം, ധർമ്മം, നീതി ഇതിലൊക്കെ തന്നെ എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സഞ്ചരിക്കുക. അഹങ്കാരത്തിൻ്റെ ഒരു ലാഞ്ചന പോലുമില്ലാതെ എല്ലാവരോടും ശുദ്ധമായ മനസ്സോടുകൂടി എല്ലാവരുടെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, ഇതൊക്കെ എൻ്റെ അനുജനും അനുജത്തിയും ചേട്ടനും ചേച്ചിയും അമ്മയും അച്ഛനും എല്ലാവരും എന്നെപ്പോലെ തുല്യരാണ് എന്നുള്ള ഭാവേന വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. അപ്പം ഭഗവാൻ നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ആ ഭഗവാന്റെ ചൈതന്യം നിങ്ങളിലേക്ക് എത്രയും ഉയർന്ന് ഉണർന്ന് അങ്ങ് വാനോളെത്തും.
എന്നിട്ട് ആ ഭഗവത് പാദത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ചെന്ന് ചേരും. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.